നമസ്കാരം, ഞാൻ സന്തോഷ് ടൂൾവണ്ടി. ഗരാഷ്യൻ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഗറാഷുകളിൽ എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാം, കൂടുതൽ ലാഭകരമായി പ്രവർത്തിപ്പിക്കാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ റീലിടുമ്പോഴും അതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ മറുപടി അഭിപ്രായങ്ങൾ വരുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ കൂടുതൽ നമുക്ക് അതിനെപ്പറ്റി ഡീപ്പായിട്ട് പഠിക്കാൻ, അതിൻ്റെ ന്യൂനതകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ നമ്മൾ ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ അതിനൊരു മറുപടി തരും. അതിനു മുമ്പ് നമ്മുടെ മേഖലകളിലെ ന്യൂനതകളും ഗുണങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത്, നമ്മളുടെ ആ ഗറാഷ്യൻ മേഖല സൊസൈറ്റിയിൽ ഒരു സൈഡ് ലൈനിലായിട്ട് പോയിരിക്കുന്നു എന്നുള്ള അഭിപ്രായം എല്ലാവർക്കും. പൊതുവെ നമ്മളുടെ ആ ഒരു ഡിഗ്നിറ്റി നമുക്ക് കിട്ടുന്നില്ല. നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ടെങ്കിൽ പോലും കല്യാണം കഴിക്കാൻ പെണ്ണിനെ പോലും കിട്ടുന്നില്ലെന്നാണ് പലരും പരാതികളൊക്കെ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ അതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മേഖലകളിൽ മുമ്പ് തുടങ്ങി വന്നിരുന്ന നമ്മുടെ എല്ലാ സീനിയർ ആശാന്മാരും ഒരു പരിധിവരെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സാണ്. 10% മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെട്ട് വന്നവരൊക്കെ. അപ്പോൾ നമ്മൾ ആ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് എടുത്തു പറയുന്നത് അത് കളിയാക്കാനൊന്നുമല്ല. പണ്ട് നമ്മൾക്ക് പാസ്സാകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലേ. 10ാം ക്ലാസ് പാസ്സാവാനും എല്ലാ ക്ലാസ്സുകളിലും പാസ്സാവാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ പഠിച്ചു കഴിയുമ്പോൾ അത് പഠിച്ച് വലിയ അക്കാദമിക് കരിയറിൽ മികവ് തെളിയിച്ചവരൊന്നുമല്ല ലോകം വെട്ടിപ്പിടിക്കുന്നവർ. അങ്ങനെയൊന്നുമില്ല. അവരൊക്കെ അതിൻ്റെ രീതിയിൽ പോയി നല്ല രീതിയിൽ അവരുടെ സ്കില്ല് വളർത്തി ആ ഓരോ നല്ല നല്ല വലിയ വലിയ ഗറാഷുകൾ സെറ്റ് ചെയ്ത് അവരൊക്കെ വലിയ ആശാന്മാരായി. അവരുടെ കീഴിൽ 100 കണക്കിന് ശിഷ്യന്മാർക്ക് ശിഷ്യന്മാരായി ഒരു കാലചക്രം തന്നെ അതിൽ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇതിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അക്കാദമിക്കലി ഡ്രോപ്പ് ഔട്ടായിട്ട് വന്നതിൻ്റെ ഒരു ക്ഷീണം എല്ലായിടത്തും അത് നമുക്ക് ഉണ്ട്. ഇന്നെന്ന് സംബന്ധിച്ചാൽ അക്കാദമിക് ഡ്രോപ്പ് ഔട്ടിന് സംവിധാനമില്ല. 10 തോക്കുന്നതൊക്കെ വളരെ അപൂർവമായിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അക്കാദമിക്കലി അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ആളുകളുണ്ട് എന്ന് ധരിച്ചിരിക്കുന്നു. ക്വാളിഫിക്കേഷൻ എന്താണെന്നൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ 5ലും 6ലും പഠിത്തം നിർത്തി ചെയ്യുന്ന ഒരു തൊഴിൽ മേഖലയിലേക്ക് ചെല്ലാൻ പുതിയ തലമുറക്ക് താല്പര്യമില്ല. അതാണ് അതിൻ്റെ ഒരു സൈഡ് ലൈനായി പോയിട്ട് മെയിൻ കാരണം. ഇതിന് നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് അത് മാറ്റിയെടുക്കണം. പണ്ടത്തെ അംബാസഡറിൻ്റെ കാലഘട്ടങ്ങളിൽ നിന്നൊക്കെ കാലം മാറിപ്പോയി. 6 മാസം ഒരു മോഡൽ മാറുന്ന ഒരു കാലത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. 1. 2 അംബാസഡർ മറ്റൊരോടും പണിയുന്ന പോലെയൊന്നല്ല ഇന്നത്തെ വണ്ടികൾ. ഇന്നൊരു 80% ആൾക്കാർക്ക് ന്യൂ ജനറേഷൻ വണ്ടികൾ പണിയാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. അപ്പം നമ്മൾ കാലത്തിനനുസരിച്ച് സ്കില്ല് വളർത്തിയെടുക്കേണ്ട ഒരു ആവശ്യത കൂടി നമുക്ക് ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുത്ത് നമ്മൾ സ്വയം പ്യൂരിഫൈഡ് ആയാൽ മാത്രമേ സമൂഹം നമ്മളെ അംഗീകരിക്കുകയുള്ളൂ.